കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തികക്ക് ഒരു ലെറ്റർ വരുവാണ്ടോ. അങ്ങനെ പോസ്റ്റ്മാൻ വന്ന് ആ ലെറ്റർ കാർത്തികയുടെ കൈ കൊടുക്കുവാണ്. കാർത്തിക അങ്ങനെ അയാൾക്ക് ഒപ്പിട്ട് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുവാണ്ടോ. അങ്ങനെ അത് തുറന്നു കാണുമ്പോൾ കാർത്തിക അങ്ങ് ഷോക്കായി പോകുവാണ്. ഹർഷനും മറ്റൊരു പെണ്ണും കൂടി നിൽക്കുന്ന ഫോട്ടോയും അവരുടെ കല്യാണ ഫോട്ടോയും പിന്നെ ഹർഷൻ എഴുതിയ ഒരു കത്തുമായിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് കാർത്തിക അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അങ്ങനെ കത്ത് വായിക്കുമ്പോൾ ഹർഷൻ പറയുക, സോറി കാർത്തിക, നീ എന്നോട് ക്ഷമിക്കണം. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ എനിക്ക് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് നീ പഴയതൊക്കെ മറക്കണം. ഇനി ഒരിക്കലും നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് വരരുത്. അങ്ങനെ പറഞ്ഞ് കഥ നിർത്തുവാണ്ടോ. ഇത് വായിച്ച് കാർത്തിക പൊട്ടിക്കരയുവാണ്. അങ്ങനെ ഹർഷൻ തന്നെ ചതിച്ചു എന്ന് വിചാരിച്ച് ആകെ സങ്കടപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുവാണ്ടോ കാർത്തിക. ഞാൻ എൻ്റെ വിഷമങ്ങൾ ആരോട് പറയും? മധുശ്രീയെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞാൽ മധുശ്രീ ഫോണിൽ വിളിക്കുക. മധുശ്രീ, എന്താ നീ ഇങ്ങനെ കരയുന്നത്? എന്താ കാർത്തിക നിനക്ക് പറ്റിയത്? അന്നേരം കാർത്തിക കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുക. ഹർഷൻ അയച്ച കത്തും ആ ഫോട്ടോയെക്കുറിച്ചും ഒക്കെ മധുശ്രീയോട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ട് മധുശ്രീ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുക, എടി, നിന്നെ ഒന്ന് ഇളക്കി വിടാൻ ഞാൻ തന്നെയാടി അങ്ങനെ ചെയ്തത്. നീ അങ്ങനെ ഹർഷൻ വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്ലാനൊക്കെ എങ്ങനെ നടക്കും? ഇനി ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ നീ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുവേണ്ടിയാടി ഈ ലിറ്ററും ഫോട്ടോയൊക്കെ ഞാൻ നിനക്ക് അയച്ചു തന്നത്. എന്നിട്ട് മധുശ്രീ പറയണേ, കാർത്തികേ, നീ എന്താ പറയുന്നത്? ഹർഷൻ നിന്നെ ചതിക്കുമായിരുന്നെന്നോ? എനിക്ക് അപ്പോളെ അവൻ്റെ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴൊന്നും നീ അത് വിശ്വസിച്ചില്ലല്ലോ. നിനക്ക് ഹർഷൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അവന് വേണ്ടി ഇത്ര നാൾ കാത്തിരുന്ന് നീ ഒരു മണ്ടിയാവുമായിരുന്നില്ലേ? അല്ല, എന്തിനു അറിയുന്നു? അവന് വേണ്ടിയല്ലേ നീ നിൻ്റെ വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ആ നാട്ടിൽ നിന്ന് ഓടി വന്നത്. എന്നിട്ട് അവൻ നിന്നോട് ചെയ്തത് കണ്ടില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും മധുശ്രീ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കാർത്തിക ചോദിക്കുക. അന്നേരം മധുശ്രീ പറയണേ, നീ വിഷമിക്കണ്ട. ഹർഷൻ പോയെങ്കിൽ എന്താ? ഹർഷൻ്റെ കൂടെ ജീവിക്കുന്നതിലും സന്തോഷത്തോടെ നിനക്ക് സത്യഭാമയുടെ മരുമകളായിട്ട് അവിടെ ജീവിക്കാം. അങ്ങനെ ഒരു നല്ല ജീവിതം നിൻ്റെ മുമ്പിലുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞു തളർന്ന് നിൽക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എടി മണ്ടി, നീ വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറണം. വിഷ്ണു നിൻ്റെ ഭർത്താവാണെന്നല്ലേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അത് നീ അങ്ങ് യാഥാർത്ഥ്യമാക്കിയെടുക്കണം. വിഷ്ണു നിൻ്റേത് മാത്രമാക്കണം. വിഷ്ണു ശാലിനിയെ സ്നേഹിക്കുന്നത് നീയും കണ്ടതല്ലേ? ഭാര്യയെ എത്രത്തോളമാണ് വിഷ്ണു സ്നേഹിക്കുന്നതെന്ന്. അങ്ങനെ ഒരു പുരുഷനെ കിട്ടാൻ ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്തത്? നീ പ്രാണനെ പോലെ സ്നേഹിച്ച ഹർഷൻ ഒരു കൂസലില്ലാതെ നിന്നെ ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയില്ലേ? ഇനി നീ അവനെ മനസ്സിൽ നിന്ന് കള. എന്നിട്ട് വിഷ്ണുവിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കും. വിഷ്ണുവിൻ്റെ ഭാര്യയായ നിന്നെ സത്യഭാമ സ്വന്തം മകളെ പോലെയല്ലേ തലയിലെടുത്ത് വെച്ച് നടക്കുന്നത്? ഈ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നു മുതൽ നീ എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിൻ്റെ ഭാര്യയാക്കാൻ ശ്രമിക്കണം. അടുത്ത ആഴ്ച തന്നെ നിൻ്റെയും വിഷ്ണുവിൻ്റെ വിവാഹം നാടറിയിച്ച് നടത്താൻ പോകുമല്ലേ? ആ വിവാഹം ഭംഗിയായിട്ട് തന്നെ നടക്കണം. അതോടെ നീ എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിൻ്റെ ഭാര്യയാകും. പിന്നെ ആ ജില്ലാ കളക്ടർ ശാലിനി വിചാരിച്ചാൽ പോലും നിന്നെയും വിഷ്ണുവിനെ പിരിക്കാനായിട്ട് പറ്റില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യവും നീ ആലോചിച്ച് തന്നെ തീരുമാനിക്ക്. ഞാൻ പറഞ്ഞതല്ലേ ശരിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ മധുശ്രീ കോള് കട്ടാക്കുവാണ്. എടി കാർത്തികേ, നീ എൻ്റെ വഴിക്ക് തന്നെ വരും. അല്ലാതെ നിനക്കിനി വേറെ മാർഗ്ഗമില്ല. ശാലിനി, എന്നേക്കുമായിട്ട് നിനക്ക് നിൻ്റെ വിഷ്ണുവേട്ടനെ നഷ്ടമാകാൻ പോകുക. വിഷ്ണു അധികം വൈകാതെ തന്നെ കാർത്തികയുടെ മാത്രമാകാൻ പോകുക. അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ മധുശ്രീ. ഈ സമയത്ത് കാർത്തികയാണെങ്കിൽ റൂമിൽ വന്ന് മധുശ്രീ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് കരഞ്ഞ് തളർന്നിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനി വിഷ്ണുവിൻ്റെ റൂമിലെത്തുന്നതാണ് കേട്ടോ. ഈ സമയം റൂമിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ ശാലിനി അവിടെ ഇരുന്ന വിഷ്ണുവിൻ്റെ ഒരു കുർത്ത അതെടുത്ത് അതിലിങ്ങനെ തടവിക്കൊണ്ട് വിഷ്ണുവിനകത്തുള്ള പഴയ ഓർമ്മകളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കുർത്ത ശാലിനി തൻ്റെ ഡ്രസ്സിനും ഇതേ തന്നെ ഇടുവാണ്. അന്നേരം വിഷ്ണു തൻ്റെ അരികെ വരുന്നതായിട്ടും തന്നെ കെട്ടിപ്പിടിക്കുന്നതായിട്ടും ഒക്കെ ശാലിനിക്ക് തോന്നുവാണ് കേട്ടോ. അങ്ങനെ ശാലിനി ആ ഒരു ആലോചനയിലേക്ക് സ്വയം മറന്ന് നിൽക്കുമായിരിക്കും. ഈ സമയം റൂമിലെത്തി ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും വിഷ്ണു. ശാലിനിയുടെ മനസ്സിലിപ്പോഴും താനുണ്ട്, തന്നോടുള്ള പ്രണയമുണ്ടെന്ന് വിഷ്ണു തിരിച്ചറിയുവാണ്. അതറിയുമ്പോൾ വിഷ്ണുവിന് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്